വടക്ക് കിഴക്കാണ് മെയിൻ ഡോറെങ്കിൽ അവിടെ ഒരു 6 റോഡ് വിൻചെയിൻ സ്ഥാപിക്കുക. കിഴക്കാണ് മെയിൻ ഡോറെങ്കിൽ അവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉപയോഗിക്കുക. തെക്ക് കിഴക്കാണ് മെയിൻ ഡോറെങ്കിൽ ഇവിടെ ഡ്രാഗൺ തട്ടിലും റൂയിയും വെക്കുക. നോർത്തിലാണ് മെയിൻ ഡോറെങ്കിൽ ഇവിടെ ഒരു 4 സ്ക്വയർ ഫീറ്റിൻ്റെ ബ്ലൂ മാറ്റ് എടുക്കുക. നോർത്ത് വെസ്റ്റിലാണ് മെയിൻ ഡോറെങ്കിൽ ഇവിടെ 4 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു റെഡ് മാറ്റ് എടുക്കുക. വെസ്റ്റിലാണ് മെയിൻ ഡോറെങ്കിൽ ഇവിടെ 4 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബ്ലൂ മാറ്റ് എടുക്കുക. സൗത്ത് വെസ്റ്റിലാണ് മെയിൻ ഡോറെങ്കിൽ ഇവിടെ 4 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു റെഡ് മാറ്റ് എടുക്കുക. ചില വീടുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ആനുവൽ സ്റ്റാർ ആണ് പറയുന്നത്. ഇതിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ ഉണ്ട്, അതായത് ഇത് ഈ വർഷത്തിൽ വന്നിരിക്കുന്ന സ്റ്റാർ ആണ്. അതേസമയം നിങ്ങളുടെ വീട് വെച്ചപ്പം മുതൽ വീട്ടിൻ്റെ ഓരോ ദിക്കിലും 2 നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ട്. ആ നക്ഷത്രങ്ങൾ വെച്ചിട്ട് ഇതിന് ചെറിയ വേരിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഓരോ വീടിൻ്റെയും എന്താണെന്നുള്ളത് അവിടെ വന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് പറയാൻ പറ്റൂ. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. ലിവിങ് റൂമിൻ്റെ നോർത്തിൽ വെക്കാവുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ഈ അരോന മത്സ്യമാണ്. ഇത് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും. സൗത്തിൽ വെക്കാവുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് വിക്ടറി ഹോഴ്സ് ആണ്. അത് നിങ്ങൾക്ക് പേരും പ്രശസ്തിയും വിജയവും ഉണ്ടാക്കും. സ്വീകരണമുറിയുടെ സൗത്ത് ഈസ്റ്റിൽ വെക്കാവുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് വെൽത്ത് ഷംപാലയാണ്. ഇത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കും. പഠിക്കുന്ന റൂമിൻ്റെ പുറത്ത് ഡോറിൻ്റെ മുകളിലായിട്ട് ഈ ഡ്രാഗൺ ഗേറ്റ് വെക്കുന്നത് കുട്ടികളുടെ പരീക്ഷകൾ വിജയിക്കാനും മത്സരങ്ങൾ വിജയിക്കാനൊക്കെ നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നു.